ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് പാലക്കാട് ചന്ദ്രൻ നഗറിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു. 2 ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അതിൻ്റെ വ്യക്തമായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പുറത്തെ ദിശയിൽ റോഡിൽ കൂടി വന്ന ലോറി ഡ്രൈവർ ഉറങ്ങിയത് കൊണ്ട് മാത്രം അപകടത്തിൽപ്പെട്ടതാണ്. ഡ്രൈവർ ഉറങ്ങി ലോറി നിയന്ത്രണം വിട്ട് ഇപ്പുറത്തെ റോഡിലുള്ള ലോറിയിലോട്ട് ഇടിച്ച് കയറുകയാണ്. അപ്പം പല പ്രാവശ്യവും പല ക്ലാസ് ആയിട്ടും അല്ല RTO പല ഫൈനായിട്ടും ഒക്കെ ഡ്രൈവർമാർക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും മെച്ചമൊന്നുമില്ല, ഗുണമൊന്നുമില്ല. അവർ പിന്നെയും ആ ജോലി തന്നെ ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ഏർപ്പാട്? ഈ ഉറങ്ങുന്നൊരു പരിപാടി, അതല്ലെങ്കിൽ വെള്ളം അടിച്ച് വാഹനം ഓടിക്കുക. ഉറങ്ങുന്നവർക്ക് എവിടെയെങ്കിലും സമാധാനമായിട്ട് വണ്ടി നിർത്തി ഉറങ്ങിയിട്ട് ഉറക്കമെല്ലാം മാറിയതിന് ശേഷം വണ്ടി ഓടിച്ചാൽ മതി. എന്തോ ഭാഗ്യത്തിന് ഇടിയുടെ ആഘാതത്തിൽ 2 വണ്ടി തകർന്നിട്ടുണ്ട്. 2 വണ്ടിയിലെ ഡ്രൈവർമാർക്കും പരിക്കുണ്ടെന്നാണ് പറയുന്നത്. മറ്റേ വണ്ടിയിലെ ഡ്രൈവറെ പുറത്തെടുക്കുന്നത് കണ്ടു. വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്ത. കാരണം അയാളുടെ തെറ്റുകൊണ്ടല്ല, അപ്പുറത്തെ വണ്ടിക്കാരൻ ഉറങ്ങിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ അയാൾക്ക് ആ ദാരുണമായ ഒരു പരിക്ക് പറ്റിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എത്ര ക്ലാസ് എടുത്തിട്ടും എത്ര ഫൈൻ അടച്ചിട്ടും കാര്യമില്ല. ഇവരെ ഇങ്ങനെയുള്ള ഉറങ്ങുന്ന ഡ്രൈവർമാരെയും വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുക, ഇങ്ങനെയുള്ളവരെയൊക്കെ ഇവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ട് ഇവരെ പടിയടച്ച് പിണ്ടം വെക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ ഇതിലൊന്നും കാര്യമില്ല. നമുക്ക് ആ വീഡിയോ ഏതായാലും ഒന്ന് കാണാം. അപകടത്തിന് നടുക്കുന്ന ദൃശ്യത്തിലേക്കാണ് ഇനി. പാലക്കാട് ചന്ദ്രനഗറിൽ പാഴ്സൽ ലോറിയും ടോറസും കൂട്ടിയിടിച്ചു. വാഹനം പൊളിച്ചേറെ നേരം പണിപ്പെട്ടാണ് ഡ്രൈവർമാരെ പുറത്തെടുത്തത്. പാഴ്സൽ ലോറിയിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. CCTV ദൃശ്യത്തിലേക്ക്. ഏറെ നേരം പണിപ്പെട്ടാണ് ഡ്രൈവർമാരെ പുറത്തെടുത്തത്. പാഴ്സൽ ലോറിയിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. അപകട സ്ഥലത്തെ ദൃശ്യങ്ങളിലേക്ക് കൂടി. വിവരങ്ങളുമായി സ്ഥലത്ത് നിന്ന് ആദിത്യൻ ഓമനക്കുട്ടൻ ചേരുന്നുണ്ട്. ആദിത്യൻ, നേർക്ക് നേർ സാമാന്യം വേഗത്തിലാണ് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത്. ഈ ഡ്രൈവർമാരെ പുറത്തെടുക്കൽ രക്ഷാദൗത്യവും അല്പം ശ്രമകരമായിരുന്നു. രണ്ടുപേരുടെയും സ്ഥിതി എന്താണ് ആദിത്യൻ? മറ്റു വിവരങ്ങളും? ഇന്ന് രാവിലെ 6:30ക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ പാഴ്സൽ ലോറി. കണ്ടില്ലേ? ഇതാണ് ആ വീഡിയോ. വളരെ വിഷമമുണ്ട് ആ കാര്യം കണ്ടു കഴിഞ്ഞില്ല. അയാൾക്ക് ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് പിന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഏത് രീതിയിലാണ് അപകടനില തരണം ചെയ്തോ? സാരമായ പരിക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ സാരമായ പരിക്കാണെന്നുണ്ടെങ്കിലും പരിക്ക് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എല്ലാ വ്യക്തികളും കണ്ട് മനസ്സിലാക്കി ഓടിക്കേണ്ട ഒരു പ്രവൃത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ട് പോയ ഒരു ആയുധമാണ്. കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് പോയി കഴിഞ്ഞാൽ പിടുത്തം വിട്ട് പോയതാണ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒന്നെങ്കിൽ പരിക്ക് പറ്റിട്ടോ അല്ലെങ്കിൽ അയാളുടെ മരണത്തിലോ ഇത് കലേശിക്കത്തുള്ളൂ. ഇത് ഒരു ദിവസമല്ല, പല ദിവസവും ഇത് ഇങ്ങനെ ഈ ഒരു ഇതാണ് ഉണ്ടാകുന്നത്. ദിവസവും നമ്മുടെ വാഹനാപകടങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ഡ്രൈവർമാർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കാനായി. അയാൾക്കും ആയി മറ്റവനും ആയി. രണ്ടാൾക്കും പരിക്കുണ്ടാവും. പരിക്കില്ലാതിരിക്കില്ല. വണ്ടി രണ്ടും പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട്, ഫ്രണ്ട് ഭാഗം. ഇത് സംഭവിക്കാതിരിക്കട്ടെ ആർക്കും. അപകടമായാലോ അസുഖമായാലോ ആർക്കൊന്നും വരാതിരിക്കട്ടെ. പക്ഷേ നമ്മുടെ ശ്രദ്ധ കൊണ്ടാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കണം. വേറൊന്നുമല്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എത്ര ആയാലും ജനങ്ങൾ പഠിക്കത്തില്ല, ഡ്രൈവർമാർ പഠിക്കത്തില്ല.
തോന്നിയ പോലുള്ള ഡ്രൈവിംഗ് ആണ്. അതിൽ ആർട്ടിയൊക്കെ കർശനമായിട്ട് നിയമം കൊണ്ടുവരണം. ഇവരുടെയൊക്കെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ എന്നേക്കുമായിട്ട് റദ്ദാക്കി വിടുക. ലൈസൻസ് വണ്ടി ഓടിക്കണ്ട, അല്ലാതെ തന്നെ എങ്ങനെയും ജീവിച്ചോട്ടെ. വേറെ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടായി ജീവിച്ചോട്ടെ. ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവർമാരുടെ രീതിയിൽ പോകണം. പിന്നെ അപകടങ്ങളുണ്ടാകും. ബ്രേക്ക് പൊട്ടിയ വണ്ടികളൊക്കെ പോയി തട്ടും. അതൊക്കെ വണ്ടിയുടെ തകരാറ് കൊണ്ട് പറ്റുന്നതാണ്, മനസ്സിലായല്ലോ. അതല്ലാതെ ഈ പോക്കൃത്തിനെ കാണിച്ചിട്ട് കൊണ്ടുപോയി ഇടിപ്പിക്കുന്നതല്ല. ഉറങ്ങുന്നവന് വണ്ടി സൈഡാക്കി നിർത്തി ഉറങ്ങിയാൽ പോരെ. ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ വേഗം സൈറ്റിൽ ലോഡ് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇടിച്ച് കയറ്റിയിട്ട് ഇതാണ് സംഭവം. ഇത് എന്ത് നിയമമാണിത്? ശരിക്കും ഇവിടെയൊക്കെ ഗൾഫിലത്തെ നിയമം ശരിക്കും ഇവിടെ വരണം, എന്നാലേ ഇവനൊക്കെ പഠിക്കുകയുള്ളൂ. ഇത് എപ്പോഴും ഇത് തന്നെ പരിപാടി. ഒരു ദിവസമോ പല ദിവസമോ അല്ലേ, എപ്പോഴും ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്, മനസ്സിലായില്ലേ? ശരി, എന്നാൽ കൂടുതലൊന്നും പറയുന്നില്ല, പറയാനാണ് ഒരുപാടുണ്ട്. ശരി, ബൈ.